അവർ പോയതും അമ്മു ജാനിയുടെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് ഓടി. വിച്ചുവും പുറകെ വെച്ചു പിടിച്ചു. റൂമിലെത്തിയതും മൂന്നും കൂടി കട്ടിലിലേക്ക് മറിഞ്ഞു. അപ്പോഴേക്കും ഒരുവിധം ബന്ധുക്കളൊക്കെ പോയിരുന്നു. അമ്മുവിൻ്റെയും വിച്ചുവിൻ്റെയും പേരൻസും പിന്നെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് റിലേറ്റീവ്സും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഡി ജാനി. അമ്മു വിളിച്ചതും ജാനി ഒന്ന് മൂളിക്കൊടുത്തു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ ആകെ തളർന്നിരുന്നു. ജാനി. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഗത്യന്തരമില്ലാതെ അവൾ പറഞ്ഞു. അതില്ലേ, എന്ത് മാച്ചിങ് ആണെടി നിങ്ങളെ രണ്ടിനെയും കാണാൻ. നല്ല ചേർച്ചയുണ്ട്. സാറിന് നിന്നോട് ഇഷ്ടമൊക്കെയുണ്ട്. അതാ മുഖത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അത് കേട്ടതും ജാനിയിൽ നാണം പടർന്നു. യോടി, ദേ പെണ്ണ് കിടന്ന് ബ്ലഷ് അടിക്കുന്നു. വിച്ചു പൊട്ടിച്ചിരിച്ചു. അത് കേട്ടതും ജാനി കുറുമ്പോടെ അവൻ്റെ കൈക്കിട്ടൊന്നു കൊടുത്തു. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, നീ ഇന്നത്തെ ഫോട്ടോസൊന്നും കണ്ടില്ലല്ലോ. വിച്ചു അവൻ്റെ ഫോൺ കീശയിൽ നിന്ന് തപ്പിപ്പിടിച്ചെടുത്തു. എന്തിയെ നോക്കട്ടെ. ജാനി മെല്ലെ തല പൊക്കി നോക്കി. വിച്ചു ഫോണെടുത്ത് ഗാലറി ഓണാക്കിയതും മൂന്നും ഫോണിന് ചുറ്റും കൂടി. ഫോട്ടോസൊക്കെ കണ്ടതും ജാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾക്കവ വളരെയധികം ഇഷ്ടമായി. അതിൽ തന്നെ നോക്കി കുറേ നേരം ഇരുന്നവൾ. ഈ പിക്സെല്ലാം എനിക്ക് സെൻഡ് ചെയ്തു തന്നേ. അവളത് പറഞ്ഞതും അമ്മുവും വിച്ചുവും അവരുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അവളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു കൊടുത്തു. അയ്യോ, ഞാൻ ആ കാര്യമേ മറന്നുപോയി. ജാനി ഓടിപ്പോയി ടേബിളിലിരുന്ന കവറെടുത്ത് വീണ്ടും കട്ടിലിലേക്ക് വന്നിരുന്നു. എന്തിനാടി കിടന്ന് കാറിയെ, ഞങ്ങൾ പേടിച്ചു പോയല്ലോ. അവർ പറഞ്ഞത് മൈൻഡാക്കാതെ ജാനി കവർ തുറന്ന് ബോക്സ് പുറത്തെടുത്തു. ബോക്സ് കണ്ടതും മൂന്നിൻ്റെയും കണ്ണിപ്പോ പുറത്തു ചാടുമെന്നായി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഐഫോൺ 13 Pro. വിച്ചു അത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് മൊഴിഞ്ഞു. നിനക്കിതെവിടുന്ന് കിട്ടിയതാ? അമ്മു അവളെ സംശയത്തോടെ നോക്കി. ആദി സാർ തന്നതാ. എപ്പോ? രണ്ടും ഒരേ സ്വരത്തിൽ അവളോട് ചോദിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അകത്തേക്ക് വന്നില്ലേ, കുറച്ചു പേരൊക്കെ ഞങ്ങളോട് വന്ന് സംസാരിച്ചു പോയപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായി. അപ്പോൾ തന്നതാ. ഇതൊക്കെ എപ്പോ എന്ന അർത്ഥത്തിൽ രണ്ടും അവളെ തുറച്ചു നോക്കി. പിന്നെ അതിൽ അച്ഛൻ്റെയും അമ്മയുടെയും സാറിൻ്റെയും ഒക്കെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ഫോണിൻ്റെ ഫങ്ഷൻസ് ഒന്നും അറിയില്ല. ജാനി അവരെ നോക്കി ചുണ്ടു പിളർത്തി. നീ ആ ഫോണിങ്ങെടുത്തേ, ഞാൻ പഠിപ്പിച്ചു തരാം നിനക്ക്. വിച്ചു എന്ന് പറഞ്ഞ് ഫോണിനായി കൈനീട്ടി. ജാനി വേഗം അവന് ഫോൺ എടുത്തു കൊടുത്തു. വിച്ചു അവൾക്ക് എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. ആ ഫോണിലേക്ക് സിമ്മും മറ്റുമെല്ലാം സെറ്റാക്കി കൊടുത്തു. വിച്ചു, അമ്മു, അച്ഛനും അമ്മയൊക്കെ പോകാനിറങ്ങി, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. സുഭദ്ര അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവരും സമയം ശ്രദ്ധിക്കുന്നത്. നേരം സന്ധ്യയോടടുത്തിരുന്നു. അവരെല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് മുത്തശ്ശി അവളെ ഡ്രസ്സ് മാറാനൊക്കെ സഹായിച്ചു. ജാനൂട്ടിക്ക് ചായ വേണോ? വേണം മുത്തു, വല്ലാത്ത തലവേദന, ഞാനും വരുന്നു അങ്ങോട്ടേക്ക്. അവർ ഓരോന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും അവർക്കിടയിൽ ചർച്ചാവിഷയമായി. കല്യാണക്കുറി ഒരാഴ്ചയ്ക്കുള്ളിൽ ശരിയാക്കണം. വേഗം വിളി തുടങ്ങണ്ടേ, ഇനി അധികം നാളില്ല കല്യാണത്തിന്. സുഭദ്ര വാചാലയായി. അവൾക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ലാത്തതിനാൽ ഒന്ന് മൂളിയതേയുള്ളൂ. എന്നാൽ മോള് പോയി കുറച്ചുനേരം കിടന്നു. രാവിലെ തൊട്ടുള്ള അലച്ചിലല്ലേ, എനിക്ക് കുറച്ച് ആൾക്കാരെ ഫോൺ ചെയ്യാനുണ്ട്. ഓക്കെ മുത്തു. അവൾ സുഭദ്രയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് അവിടുന്ന് ഓടി. റൂമിലെത്തിയതും ജാനി കട്ടിലിൽ കിടന്നുകൊണ്ട് ആദ്യ കൊടുത്ത ഫോൺ എടുത്ത് വിച്ചു അതിലേക്ക് മാറ്റിക്കൊടുത്ത ഫോട്ടോസും വീഡിയോസും നോക്കി. അതിലൊരു വീഡിയോയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ജാനി ഉള്ളിൽ തിങ്ങി നിറഞ്ഞ ആകാംക്ഷയോടെ അത് പ്ലേ ചെയ്തു. ആദ്യ അവളെ പിന്നിൽ നിന്ന് വയറിലൂടെ കൈ ചുറ്റി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നത്. ആദിയുടെ ഓരോ ചലനവും സസൂക്ഷ്മം വീഴ്ചകൊണ്ടിരുന്ന അവളുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടുകളിൽ ഒളിഞ്ഞു നിന്ന കുഞ്ഞു പുഞ്ചിരിയിൽ തറഞ്ഞു നിന്നു. അവളിൽ അത്ഭുതം കൂറി. അവനും ആ നിമിഷം ആസ്വദിച്ചിരുന്നു എന്നവൾക്ക് മനസ്സിലായി. അവളുടെ മനസ്സ് അവനോടൊപ്പം ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നിമിഷങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പെണ്ണു കാണാൻ വന്നതിന് ശേഷം അവളോടുള്ള അവൻ്റെ സമീപനം മുൻപത്തേതിനേക്കാളും തികച്ചും വ്യത്യസ്തമാണെന്ന് ജാനിക്ക് ബോധ്യമായി. അവർ തമ്മിലുണ്ടായ എല്ലാ സന്ദർഭത്തിലും ആദ്യം അവളോട് നല്ല കെയറിംഗ് ആണെന്നവൾ ഓർത്തെടുത്തു. ഇനിയും കുറച്ച് നാളുകൾക്കുള്ളിൽ അവൻ്റെ പാതിയെ ആകേണ്ടവളാണ് താനെന്ന ചിന്ത അവളിൽ സ്വപ്നങ്ങളുടെ ചിറക് മുളപ്പിച്ചു.
അവൾ ആ ഫോണിനെ നെഞ്ചോടടക്കി പിടിച്ചു കിടന്നു. ഒരുവിധം തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് നാളത്തെ ക്ലാസ്സിന് വേണ്ട നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ് ആദി. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. അവൻ എഴുന്നേറ്റ് ബാൽക്കണിയുടെ സ്വിങ്ങിലേക്ക് പോയിരുന്നു. ആദി തല ഉയർത്തി ആകാശത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലേക്ക് ഇന്നത്തെ ജാനിയുടെ രൂപം തെളിഞ്ഞു നിന്നു. അല്ലെങ്കിലും ആ രൂപം മനസ്സിലേക്ക് സ്ഥാനമുറപ്പിച്ചതാണല്ലോ. ഞാൻ അവളെ കോംപ്ലിമെൻ്റ് ചെയ്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമോ? അത്രയും സഹിക്കാതെ വയ്യാതെന്നായപ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ഇല്ലായിരുന്നെങ്കിൽ ആ നിമിഷം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ. അത്രത്തോളം ആ ഉണ്ട കണ്ണുകൾ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ഞാനൊന്ന് ചേർത്ത് പിടിച്ചപ്പോഴേക്കും ആൾ മൊത്തത്തിൽ കിടുങ്ങിപ്പോയി. അവളുടെ ശരീരത്തിൻ്റെ വിറയൽ ഇപ്പോഴും കൈകളിൽ അറിയുന്നത് പോലെ. നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നവളുടെ സാമീപ്യത്തിൽ ഞാനും വിറങ്ങലിച്ചിരുന്നല്ലോ. ഉറക്കം കണ്ണുകളെ മാടി വിളിച്ചിട്ടും അവൻ്റെ മനസ്സതിന് അനുവദിക്കാതെ ജാനിയിലേക്ക് മാത്രം ചുരുങ്ങി. രാവിലെ കണ്ണു തുറന്നിട്ടും ആദിക്ക് കുറച്ച് സമയം കൂടി വേണ്ടി വന്നു താൻ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ. ഇപ്പോഴും ബാൽക്കണിയിലെ സ്വിങ്ങിൽ തന്നെയാണുള്ളത്. ഒടിഞ്ഞുകുത്തിയിരുന്നതിനാൽ മേലാകെ ഒരു വേദന പടർന്നു. എഴുന്നേറ്റ് നിന്നൊന്ന് സ്ട്രെച്ച് ചെയ്തപ്പോൾ ഒരാശ്വാസം തോന്നി. ഫോണെടുത്ത് സമയം നോക്കി. 7:30 കഴിഞ്ഞിരിക്കുന്നു. അവൻ വേഗം പോയി കുളിച്ച് ഫ്രഷായി താഴേക്ക് ചെന്നു. അമ്മേ, ദാ വരുന്നു. മീനു അവനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി ഡൈനിങ് ടേബിളിലേക്ക് വന്നു. നീ ഇന്ന് താമസിച്ചു പോയോ? ആ അമ്മേ, കുറച്ച് ലേറ്റായിപ്പോയി. അച്ഛനെവിടെ? അച്ഛൻ ആരെയൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങി. കല്യാണക്കാര്യത്തിനായിരിക്കും. അച്ഛനോട് പറഞ്ഞേക്ക് ഇൻവിറ്റേഷൻ കാർഡിൻ്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കിക്കോളുമെന്ന്. പിന്നെ ആരെയൊക്കെയോ വിളിക്കേണ്ടതെന്ന് ഒരു ലിസ്റ്റ് റെഡിയാക്കിക്കോ. അതാകുമ്പോൾ ആരെയും വിട്ടുപോകില്ല. ഞാൻ പറഞ്ഞേക്കാം. മീനു കഴിച്ചു തീരാനായ അവൻ്റെ പ്ലേറ്റിലേക്ക് ഒരു ദോശയും കൂടി വെച്ചു കൊടുത്തു. മതി അമ്മേ, അതുകൂടി കഴിച്ചാൽ മതി. അതും പറഞ്ഞ് മീനു അടുക്കളയിലേക്ക് പോയി. അവൻ സ്പീഡിൽ പ്ലേറ്റിലുള്ളത് കഴിച്ചു തീർത്ത് കൈ കഴുകി വന്നു. ഞാൻ ഇറങ്ങുവാണേ, അവൻ പോകുന്ന വഴിക്ക് വിളിച്ചു കൂവി. അലോഷ്യസിലെത്തിയപ്പോഴേക്കും ബെല്ലടിക്കാനായിരുന്നു. അവൻ തിടുക്കത്തിൽ വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ബാഗ് ടേബിളിലേക്ക് വെച്ചതും ബെല്ലും അടിച്ചു. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ആരെയും നോക്കാതെ ക്ലാസ് റൂമിലേക്ക് നടന്നു. എൻഗേജ്മെന്റ് നടന്ന കാര്യം ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ പാട്ടായി കാണും. ഇപ്പോൾ സംസാരിക്കാൻ ടൈമില്ലാത്തത് കാരണമാണ് ആരെയും നോക്കാഞ്ഞത്. പിന്നെ പ്രിൻസിയെയും കാണണം. സ്റ്റുഡൻറ്റുമായിട്ടാണ് കല്യാണം. എന്തെങ്കിലും ഊഹാപോഹങ്ങൾ പരക്കുന്നതിന് മുന്നേ എല്ലാം വിശദീകരിച്ച് കൊടുക്കണം. പിന്നീടൊരു ചർച്ചയ്ക്ക് വഴിയാകരുതല്ലോ. ക്ലാസ്സിലേക്ക് കാലെടുത്തു വെച്ചതും ഉള്ള പേപ്പേഴ്സും ചപ്പുചവറുമൊക്കെ നിലത്താകെ കിടക്കുന്നതാണ് കണ്ടത്. എവിടുന്നാണ് ദേഷ്യമിരച്ചു കയറിയതെന്ന് ആദിക്ക് പോലും മനസ്സിലായില്ല. ഇന്നത്തെ ക്ലീനിങ് ഡ്യൂട്ടി ആർക്കാണ്? ആദിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. കുറച്ച് കൂടുതൽ ഞെട്ടിയത് ജാനിയാണെന്ന് മാത്രം. ഹൂവർ ഇറ്റ് ഈസ്, ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. അവൻ്റെ വാക്കുകൾക്ക് പിന്നെയും മൂർച്ചയേറി. ജാനി പയ്യെ അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവൾക്ക് പേടിച്ചിട്ട് മുട്ടിയിടിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്നാണെങ്കിൽ അമ്മുവും വിച്ചുവും ലീവാണ്. 2 തെണ്ടികളും കൂടി ഇന്നലെയുള്ള ഐസ്ക്രീം എല്ലാം വാരി വലിച്ച് കയറ്റി പനിയും പിടിച്ച് വീട്ടിലിരിപ്പാണ്. ദൈവമേ, നീ എൻ്റെ പുക കണ്ടിട്ടേ അടങ്ങുവല്ലേ. ഇന്നലെ ലീവായതുകൊണ്ട് ഇന്നത്തെ ക്ലീനിങ് ഡ്യൂട്ടി അവളുടേതാണെന്ന് ജാനി അറിഞ്ഞിരുന്നില്ല. ക്ലാസ് ലീഡറായ സിത്താര അതിനെക്കുറിച്ച് അവളെ അറിയിച്ചതുമില്ല. ക്ലാസ് രാവിലെ ക്ലീൻ ആക്കിയിടണമെന്നറിയില്ലേ? എഴുന്നേറ്റ് നിന്ന ആളെ കണ്ട് അവനൊന്ന് അന്തിച്ചെങ്കിലും അവൻ ജാനിയോട് ചോദിച്ചു. അവൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പേടിച്ചിട്ട് ഉമ്മിനീര് വരെ വറ്റിപ്പോയിരുന്നു. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന കാര്യമല്ലേ ക്ലാസ് ഇങ്ങനെ വൃത്തികേടായി ഇടരുതെന്ന്. എന്നിട്ടെന്താ ഇത്രയും നേരമായിട്ടും ക്ലീൻ ആക്കിയിടാഞ്ഞത്? ഇന്ന് ഞാനാ ക്ലീൻ ആക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇന്നലെ ലീവായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അതെന്താ അറിയാത്തത്? ക്ലാസ് ലീഡർ പറഞ്ഞില്ലേ ജാൻവിയോട്? അവൻ്റെ മുഖം ചുളുങ്ങി. ഞാൻ പറഞ്ഞായിരുന്നു സാർ. ജാനി എന്തെങ്കിലും പറയുന്നതിനു മുന്നേ സിതാര ചാടി കയറി പറഞ്ഞു. അവളുടെ മുഖത്ത് ഒരു വിജയച്ചിരി വിടർന്നു. സിതാര മനഃപൂർവ്വം അവളോട് പറയാതിരുന്നതാണ്. ആദിയുടെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ പ്രധാന ലക്ഷ്യം. അവൾ പറഞ്ഞത് കേട്ടതും ജാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ വിശ്വാസം വരാതെ സിതാരയെ തുറച്ചു നോക്കി. പിന്നെ ആ നോട്ടം പതിയെ ആദിയുടെ മുഖത്തേക്കായി. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി. ഓരോ കുട്ടിക്കളി കളിച്ച് നടക്കുമെങ്കിലും ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവൾക്ക് വേഗം സങ്കടം വരും. പ്രത്യേകിച്ച് അവൾക്കിഷ്ടമുള്ളവർ.
എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറയുന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ജാനിയുടെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങി. ജാൻവി എന്തിനാണ് കള്ളം പറഞ്ഞത്? ആദിയുടെ വാക്കുകൾക്ക് മുൻപത്തേതിലും കട്ടി കൂടി.